ഇൻഡിഗോ ഫ്ലൈറ്റുകൾ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്യും. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇൻഡിഗോയുടെ ഷെയർ പ്രൈസ് 9% മുകളിലാണ് ഇടിഞ്ഞത്. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈനായ ഇൻഡിഗോയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പാസഞ്ചേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് 100 കണക്കിന് ഫ്ലൈറ്റുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. ഇത് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഓപ്പറേഷണൽ പ്രതിസന്ധികളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിലയിടിവ് ഒരു അവസരമായിട്ട് കണ്ട് ഷെയറുകൾ വാങ്ങണോ, അല്ലെങ്കിൽ നഷ്ടം ഒഴിവാക്കാൻ വിൽക്കണോ? ക്ഷമയോടെ ഹോൾഡ് ചെയ്യണോ? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യം തന്നെ ഇൻഡിഗോ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എത്രത്തോളം സീരിയസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ചെറിയ പ്രശ്നമല്ല. നവംബർ മാസം മാത്രം 1232 ഫ്ലൈറ്റുകളാണ് കമ്പനി ക്യാൻസൽ ചെയ്തത്. കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ, അതായത് ഓൺ ടൈം പെർഫോമൻസിൽ മുൻപന്തിയിലായിരുന്ന ഇൻഡിഗോയുടെ റെക്കോർഡ് ഒക്ടോബറിലെ 84.1% നിന്ന് നവംബറിൽ 67.7% കുത്തനെയിട്ടു. ഇതിന്റെ ഫലമായിട്ട് ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ പോലെയുള്ള രാജ്യത്തെ പ്രധാന എയർപോർട്ടുകളെല്ലാം യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. പലരുടെയും അത്യാവശ്യ യാത്രകൾ പോലും മുടങ്ങി. സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ മണിക്കൂറുകളോളം എയർപോർട്ടിൽ കുടുങ്ങി. ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ ഈ പ്രശ്നം കൂടുതൽ വഷളായി. ചുരുക്കത്തിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത് തന്നെ ഒരു പേടി സ്വപ്നമായിട്ട് യാത്രക്കാർക്ക് മാറി. ഷെയർ മാർക്കറ്റിൽ ഇൻഡിഗോയുടെ ഷെയർ പ്രൈസ് കുത്തനെ ഇടിയാൻ തുടങ്ങി. പലർക്കും തങ്ങളുടെ ഫ്ലൈറ്റ് എപ്പോൾ പുറപ്പെടുമെന്നോ അല്ലെങ്കിൽ ക്യാൻസൽ ആയോ എന്നതിനെ കുറിച്ച് പോലും കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പോലും ലഭിച്ചില്ല. ചുരുക്കത്തിൽ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിന്റെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ഇൻഡിഗോയുടെ ഓപ്പറേഷൻസ് ദിവസങ്ങളോളം സ്തംഭനാവസ്ഥയിലായി. ഇത് യാത്രക്കാരിൽ മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിലും വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ എന്താണ് കാരണം? വൈ? അപ്പോൾ എങ്ങനെയാണ് ഇൻഡിഗോ ഇത്ര വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടത്? പ്രധാന കാരണം പൈലറ്റുമാരുടെ കുറവ് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇതിലേക്ക് നയിച്ചത് ഗവൺമെന്റ് നടപ്പിലാക്കിയ FDTL റൂൾസ് ആണ്. എന്താണ് ഈ FDTL? ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. പൈലറ്റുമാരുടെ ക്ഷീണം കുറച്ച് ഫ്ലൈറ്റ് സേഫ്റ്റി കൂട്ടുകയാണ് ഈ നിയമങ്ങളുടെ പ്രധാന ലക്ഷ്യം. പുതുക്കിയ നിയമങ്ങളുടെ 2ാം ഘട്ടം പ്രാബല്യത്തിൽ വന്നപ്പോഴാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി ഇത്ര കണ്ട് രൂക്ഷമായത്. ഈ റൂൾസിലെ പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. ഒന്നാമതായിട്ട് പൈലറ്റുമാർക്ക് നൽകേണ്ട പ്രതിവാര വിശ്രമ സമയം 36 മണിക്കൂറിൽ നിന്ന് 48 മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചു. രണ്ടാമതായിട്ട് രാത്രിയിൽ ഒരു പൈലറ്റിന് തുടർച്ചയായിട്ട് ചെയ്യാവുന്ന ലാൻഡിങ്ങുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നു. ഈ നിയമങ്ങൾ എല്ലാ എയർലൈൻസിനും ബാധകമായിരുന്നെങ്കിലും എന്തുകൊണ്ട് ഇത് ഇൻഡിഗോയെ ഇത്ര രൂക്ഷമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉത്തരം അവരുടെ ബിസിനസ് മോഡലിൽ തന്നെയുണ്ട്. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സർവീസുകളിൽ ഏകദേശം 60-65% മാർക്കറ്റ് ഷെയർ ഇൻഡിഗോയ്ക്കാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുക എന്നതാണ് അവരുടെ രീതി. പുതിയ നിയമങ്ങൾക്കനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ എത്ര പൈലറ്റുമാരെ അധികമായിട്ട് വേണ്ടിവരുമെന്ന് കണക്കാക്കുന്നതിലും അതിനനുസരിച്ച് സ്റ്റാഫിനെ വിന്യസിക്കുന്നതിലും തങ്ങൾക്ക് പിഴവ് സംഭവിച്ചതായിട്ട് കമ്പനിയുടെ മാനേജ്മെന്റ് തന്നെ സമ്മതിക്കുന്നു. അപ്പൊ ഇതാണ് ഫ്ലൈറ്റുകളുടെ കൂട്ടത്തോടെയുള്ള ക്യാൻസലേഷനിലേക്ക് നയിച്ച പ്രധാന ഘടകം. ഇതുകൂടാതെ എയർബസ് വിമാനങ്ങളുടെ ഡെലിവറി കുറഞ്ഞതും കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനുകളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നിക്ഷേപകന്റെ ആശങ്ക നോക്കുകയാണെങ്കിൽ പാസഞ്ചേഴ്സിനുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു ക്രൈസിസ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനെയും ഷെയർ പ്രൈസിനെയും കാര്യമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇൻഡിഗോയുടെ പാരന്റ് കമ്പനിയായിട്ടുള്ള ഇൻഡോഗ്ലോബ് ഏവിയേഷന്റെ ഷെയർ പ്രൈസിൽ കാര്യമായിട്ടുള്ള ഇടിവുണ്ടായി. ഇൻവെസ്റ്റേഴ്സിന് ആശങ്കപ്പെടാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഫിനാൻഷ്യൽ ഇമ്പാക്ട് ആണ്. ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് നഷ്ടപ്പെടുന്നത്. ഇതിനു പുറമെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യണം. ഇതെല്ലാം കമ്പനിയുടെ കോസ്റ്റ് കൂട്ടും. കഴിഞ്ഞ വർഷവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ അറ്റാദായത്തിൽ 11.2% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂൽ കോസ്റ്റ് ഏതാണ്ട് 9.6% ആണ് വർദ്ധിച്ചത്. അതുപോലെ തന്നെ ഫോറക്സ് ലോസ്റ്റും ഏതാണ്ട് 166% വർധനയാണ് ഉണ്ടായത്. ഈ ഒരു പുതിയ പ്രതിസന്ധി അടുത്ത ക്വാർട്ടറിലെ റിസൾട്ടിനെ കൂടുതൽ മോശമാക്കുമോ എന്ന ഭയം ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടാമത്തേത് ബ്രാൻഡ് ഇമേജിനുണ്ടായിട്ടുള്ള ആ ഒരു ക്വാർട്ടർ. ഓൺ ടൈം എന്നത് ഇൻഡിഗോയുടെ വലിയൊരു ബ്രാൻഡ് വാല്യൂ തന്നെയായിരുന്നു. ഓൺ ടൈം പെർഫോമൻസ് 84% നിന്ന് 67% ഇടിഞ്ഞതോടെ ആ ബ്രാൻഡ് ഇമേജിനാണ് ഇപ്പോൾ കോട്ടം തട്ടിയിരിക്കുന്നത്. മൂന്നാമതായിട്ട് റെഗുലേറ്ററി നടപടികൾ. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഫ്ലൈറ്റ് ക്യാൻസലേഷൻസ് കുറയ്ക്കാൻ അടിയന്തര പ്ലാനുകൾ സമർപ്പിക്കാൻ DGCA കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റ്സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, സേഫ്റ്റി നടപടികൾ എന്നിവയെക്കുറിച്ച് ഓരോ 15 ദിവസത്തിലും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഭാവി എന്താണ് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. പ്രതിസന്ധിയോട് കമ്പനി എങ്ങനെ പ്രതികരിക്കും? CEO പീറ്റർ എൽബേഴ്സ് യാത്രക്കാരോട് ക്ഷമാപണം നടത്തി. ഓപ്പറേഷൻസ് സാധാരണ നിലയിലാക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി എടുത്തേക്കുമെന്ന് കമ്പനി സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയും ഉണ്ടായിട്ടുണ്ട്. പൈലറ്റുമാരുടെ സംഘടനയായിട്ടുള്ള ALPA ആരോപിക്കുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കാനായി DGCA ഇൻഡിഗോയ്ക്ക് മാത്രമായിട്ട് FDTL നിയമങ്ങളിൽ ചില ഇളവുകൾ നൽകി എന്നതാണ്.
ഇത് മറ്റ് എയർലൈൻസിന് ലഭിക്കാത്ത ആനുകൂല്യമാണെന്നും പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയെ അപകടത്തിലേക്ക് നയിക്കുമെന്നും അവർ വാദിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾക്ക് വേണ്ടി സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് എന്ന നിലപാടിലാണ് പൈലറ്റുമാരുടെ സംഘടന. ഈ വിവാദം വരും ദിവസങ്ങളിൽ കമ്പനിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിച്ചു. ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് വരാം. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏതാണ്ട് 9% സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞത്. പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഒരു ബെയറിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. സ്റ്റോക്ക് അതിന്റെ 20, 50, 200 ഡേ മൂവിംഗ് ആവറേജുകൾക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു വീക്ക് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം RSI 30ക്ക് താഴെ ആയതിനാൽ സ്റ്റോക്ക് ഇപ്പോൾ ഒരു ഓവർസോൾഡ് സോണിലാണ് ഉള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ വിലയിൽ ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്നുകൂടി ഇവിടെ സൂചന നൽകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ മൊമെന്റം വളരെ വീക്കാണ് എന്ന് പറയാതെ വയ്യ. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ചിത്രം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുകയാണ്. കമ്പനിയുടെ പോസിറ്റീവ് വശങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പനി സീറോ ഡെപ്റ്റ് ആണ്. കയ്യിൽ ഏകദേശം 19,000 കോടി രൂപ ക്യാഷും 25,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ട്. ഇത് കമ്പനിക്ക് വലിയൊരു ഫിനാൻഷ്യൽ സേഫ്റ്റി നൽകുന്നുണ്ട്. മാർക്കറ്റിലെ ലീഡർഷിപ്പ് മറ്റൊരു സ്ട്രോങ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ കമ്പനിയുടെ നെഗറ്റീവ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ വില അതിന്റെ വരുമാനത്തിന്റെ 40 ഇരട്ടിയാണ്. PE ഏതാണ്ട് 40.63 ആണ്. ഇതൊരു ഹൈ വാല്യുവേഷൻ ആണ് എന്ന് വേണം കരുതാൻ. മറ്റാദായം വർഷം തോറും കുറയുന്നു. പ്രൊമോട്ടർമാർ അവരുടെ ഷെയർ ഹോൾഡിംഗ് കുറയ്ക്കുന്നു. ഇതൊക്കെ ഒരു നെഗറ്റീവ് സിഗ്നൽ ആയിട്ട് വരികയും ചെയ്യുന്നു. അപ്പോ നിക്ഷേപകർക്കുള്ള ഉപദേശം, നമ്മൾ എന്താണ് നിക്ഷേപകരോട് പറയേണ്ടത്? വാട്ട് ടു ഡു? അപ്പോ $1 million ക്വസ്റ്റ്യൻ. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ ഇൻഡിഗോ ഷെയറുകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് വിൽക്കുക. നിങ്ങളൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഷെയറുകൾ വിൽക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. കാരണം ഷെയർ പ്രൈസിലെ ആ ഒരു വീക്ക് ടെക്നിക്കൽ ട്രെൻഡും ക്യാൻസലേഷനുകളിൽ വരുത്തിയ ഫിനാൻഷ്യൽ ലോസും അടുത്ത ക്വാർട്ടർലി റിസൾട്ടിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതിലെ അൺസർട്ടനിറ്റിയും ഷോർട്ട് ടൈമിൽ വലിയൊരു പ്രഷർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു വിലയിടിവ് ഒരു അവസരമാക്കി കാണാമെന്നാണ് ചില എക്സ്പേർട്സ് പറയുന്നത്. ഇൻഡിഗോയുടെ ഒരു പ്രശ്നം ഓപ്പറേഷനിലാണ്, അല്ലാതെ ബിസിനസ് മോഡലിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരാജയമായിട്ട് ഇതിനെ കാണേണ്ടതില്ല. ഇന്ത്യൻ ഏവിയേഷന്റെ മാർക്കറ്റ് അതിവേഗം വളരുകയാണ്. ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ വലിയ റിസർവ് ക്യാഷ്, 60%-ലധികം മാർക്കറ്റ് ഷെയർ, ഇവ കമ്പനിയുടെ ലോങ് ടൈം ഫ്യൂച്ചറിന് കരുത്ത് നൽകുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പ്രതിസന്ധികൾക്കിടയിലും ഷെയറുകൾ വാങ്ങിക്കൂട്ടുന്നത് ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനാലാണ് ലോങ് ടൈമിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പരിഗണിക്കാം എന്ന് പറയും. അപ്പൊ ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇൻഡിഗോ ഷെയറുകളുണ്ട്, പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ ഹോൾഡ് ചെയ്യുക. അതൊരു മറ്റൊരു സ്ട്രാറ്റജിയാണ്, വെയിറ്റ് ആൻഡ് ഹോൾഡ്. കമ്പനി ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് നിരീക്ഷിക്കുക. DGCAയുടെ നടപടികളുടെ ഫലം എന്തായിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ റിസൾട്ടിൽ ഈ പ്രതിസന്ധിയുടെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുകൂടി വിലയിരുത്തിയ ശേഷം തുടർന്ന് എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഇവിടെ ഇൻഡിഗോയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെക്നിക്കൽ ചാർട്ടിൽ 50, 100, 200 മൂവിംഗ് ആവറേജുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു ബേസിക് അനാലിസിസിന് ഈ ഒരു ചാർട്ട് ഉപകരിക്കും. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഇൻഡിഗോ ഒരു വലിയ ഓപ്പറേഷണൽ ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ FTTL നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലെ പ്ലാനിംഗ് പിഴവാണ് ഇതിന് പ്രധാന കാരണം. ഇത് കമ്പനിയുടെ സ്ട്രോങ് ഫിനാൻഷ്യൽ ബേസും ഇപ്പോഴത്തെ ഓപ്പറേഷണൽ ഫെയിലിയറും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഉണ്ടാക്കുന്നു. ലോങ് ടൈമിൽ കമ്പനിയുടെ ഫ്യൂച്ചറിൽ വിശ്വാസമുള്ളവർക്ക് ഈ ഒരു അവസരം ഒരുപക്ഷെ പ്രയോജനപ്പെടുത്താൻ കഴിയും. എന്നാൽ ഷോർട്ട് ടൈമിലെ അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തൽക്കാലം മാറി നിൽക്കുന്നതും നല്ലൊരു തീരുമാനം തന്നെയാണ്. അപ്പൊ ഇൻഡിഗോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇൻഡിഗോ ഷെയർ ഉണ്ടോ? നിങ്ങൾ ഓൾറെഡി ഒരു ഇൻഡിഗോ ഷെയർ ഹോൾഡർ ആണോ? അല്ലെങ്കിൽ ഇൻഡിഗോയുടെ ഷെയറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റ് ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.